Hi friends, welcome to Kichu's Kitchen. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ്റെ ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിവിടെ അതിൻ്റെ ഷെല്ല് മുഴുവനായിട്ടും കളഞ്ഞിട്ടില്ല. വാല് ഭാഗം കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി ഒരു വരയിട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലുള്ള ആ കറുത്ത കളറിലെ വെയിനൊന്ന് നമുക്ക് മാറ്റിക്കളയാം. ഇനി ഇതിന് നന്നായി മസാല പിടിക്കാനായിട്ട് കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ബാക്കിയുള്ള പ്രോൺസിനും കൂടി ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. എല്ലാ ചെമ്മീനും ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാല പുരട്ടിയതിന് ശേഷം 15 മിനിറ്റ് നേരം ഇത് നമുക്ക് എടുത്തു വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് മസാല പുരട്ടിയ പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇത് ഫ്രൈ ചെയ്യാൻ. 3 മിനിറ്റ് നേരം ഒരു സൈഡും 3 മിനിറ്റ് മറ്റേ സൈഡും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവാള കൂടി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ചൂടിലിട്ട് വെളുത്തുള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാളയിലേക്ക് അല്പം ഉപ്പിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമുക്കിനി 1.5 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീനിലേക്ക് വെളുത്തുള്ളിയും സവാളയും നന്നായി മിക്സ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗാർലിക് പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.